ഹലോ, വെൽക്കം ടു അനദർ വ്ലോഗ്. ഇന്നത്തെ വ്ലോഗ് നമുക്കൊരു അൺബോക്സിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഈ പാഴ്സൽ എനിക്ക് ഇന്ന് മോർണിംഗ് ആട്ടോ ഡെലിവേർഡ് ആയത്. ഇനീഷ്യലി എനിക്ക് ഇവിടെ നിന്ന് ഓൺലൈൻ ഓർഡർ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ബിക്കോസ് എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുള്ളായിരുന്നു ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ എങ്ങനെയായിരിക്കും, നല്ലതായിരിക്കുമോ, റിട്ടേൺസ് ഒക്കെ ഈസി ആയിരിക്കുമോ, അങ്ങനെയൊക്കെ. നമ്മൾ നാട്ടിൽ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന പോലെയാണോ എക്സ്പീരിയൻസ് എന്നൊക്കെ. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്യുന്നതെല്ലാം ഡയറക്റ്റ് ചൈനയിൽ നിന്ന് സോഴ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ക്വാളിറ്റി എല്ലാം നല്ലതായിരുന്നു. പിന്നെ കുറേ യുണീക്കായിട്ടുള്ള ഫൈൻസും നമുക്ക് കിട്ടും. ഇതൊരു സീലിംഗ് മെഷീനാണ്. നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പൊക്കെ സീൽ ചെയ്ത് ഇപ്പോൾ ബാക്കിയ പാക്കറ്റ്സൊക്കെ സീൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ ഇതൊരു ടിഷ്യൂ റോളാട്ടോ. ഇത് വാഷബിളാണ്, അത് തുണി പോലെ ഇരിക്കും. അടുത്തത് ഞാൻ വാങ്ങിയത് ഒരു പൈപ്പിലൊക്കെ ഫിക്സ് ചെയ്യുന്നൊരു ഷവർ പോലത്തെ ഒരു സംഭവം കേട്ടോ. ഇത് ഞാൻ വാങ്ങാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. പ്ലേറ്റ്സും ഒക്കെ വെള്ളവും നമുക്ക് കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. ഞാൻ വാങ്ങിച്ചതിൽ കുറച്ച് യുണീക്കായിട്ടുള്ള ഐറ്റംസിൽ ഒന്നാട്ടോ ഇത് വന്നിട്ട് നമുക്ക് ഡീപ് ഫ്രോസ്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേറ്റാണ്. മീറ്റൊക്കെ ഡയറക്റ്റ്ലി എടുത്ത് ഈ ബോർഡിൽ വെച്ചാൽ മതി. പിന്നെ കുറച്ച് മെഹന്തി ഷീറ്റ്സ് വാങ്ങിച്ചു ഈദിന് വേണ്ടിയിട്ട്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂസ് എന്തായാലും ഇടുന്നതായിരിക്കും. ഇത് വന്നിട്ട് ഒരു മെറ്റലിൻ്റെ ചോപ്പിംഗ് ബോർഡാട്ടോ. ഇതിൻ്റെ സൈസ് കുറച്ച് ചെറുതായിപ്പോയി, ബട്ട് സ്റ്റിൽ മാനേജബിൾ ആണ്. ചെറിയ ഇപ്പോൾ ഒരു ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാനാണെങ്കിൽ ഈ ഒരു സൈസ് നല്ലതായിരിക്കും. അങ്ങനെ കുറേ റാൻഡം ആയിട്ടുള്ള സാധനങ്ങളുടെ ഇടയിൽ അടുത്തതാണ് ഈ ഒരു കണ്ടെയ്നേഴ്സ്. ഈ കണ്ടെയ്നേഴ്സ് ഞാൻ കുറച്ചും കൂടി വലുതായിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്താട്ടോ മേടിക്കുന്നത്. ഇത് പാക്ക് ഓഫ് 20 കണ്ടെയ്നേഴ്സ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ഒക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് സ്പാച്ചുലാസ് ഒക്കെ വാങ്ങിച്ചു. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആട്ടോ. നിങ്ങളൊരു ചെറിയൊരു സ്മോൾ ബിസിനസ്സൊക്കെ ഓൺ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പ്രിൻ്റർ ആവശ്യമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അങ്ങനെ അൺബോക്സിംഗ് കഴിഞ്ഞു. നമുക്കിനി നേരെ കിച്ചണിലോട്ട് പോവാം. ആദ്യം ഞാൻ ഈ സ്പൈസസ് ഒക്കെ ഈ കണ്ടെയ്നേഴ്സിലാക്കി വെക്കാമെന്നാണ് വിചാരിച്ചത്. ഇതാട്ടോ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന ലേബിൾ മേക്കർ. അപ്പോൾ ചെറിയൊരു സ്മോൾ ബിസിനസ് ഓണറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കും. ഇതിൽ പല സൈസസിൻ്റെ റോൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതും ഈ സൈറ്റിൽ തന്നെ അവൈലബിൾ ആയിരുന്നു. യൂഷ്വലി കിച്ചണിൽ യൂസ് ചെയ്യാൻ കണ്ടെയ്നേഴ്സ് എപ്പോഴും ഗ്ലാസ് തന്നെയാണ് കേട്ടോ നല്ലത്. ഇനി നിങ്ങൾക്ക് എന്നെ പോലെ പ്ലാസ്റ്റിക് ആണ് ഓപ്ഷൻ ഉള്ളതെന്നുണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക് BPA ഫ്രീ ആയിട്ടുള്ളത് ചൂസ് ചെയ്യാം കേട്ടോ. കാരണം BPA ഉള്ള പ്ലാസ്റ്റിക്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും റീപ്രൊഡക്റ്റീവ് ഇഷ്യൂസും ഹോർമോൺ ഡിസ്ട്രപ്ഷൻസും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. യൂഷ്വലി നമ്മൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന കണ്ടെയ്നേഴ്സൊക്കെ മാറ്റി ഇതിലോട്ടാക്കി ഒന്ന് ലേബിളൊക്കെ ചെയ്തപ്പോൾ കാണാനൊരു രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു ടാസ്ക് ഒക്കെ സെറ്റ് ചെയ്ത് അതൊരു ഗോളാക്കി വെച്ച് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും കേട്ടോ അന്നത്തെ ദിവസത്തേക്ക്. അതൊരു ചെറിയ ടാസ്ക് ആണെങ്കിലും വലിയ ടാസ്ക് ആണെങ്കിലും എപ്പോഴും നമ്മുടെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത് ആ ഒരു ഇതിൽ പോവുകയാണെങ്കിൽ അതൊരു നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസും എല്ലാം ബൂസ്റ്റ് ചെയ്ത് തരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളതെന്നാലും ട്രൈ ചെയ്ത് നോക്കുക. ചെറിയൊരു ടാസ്ക് ആണെങ്കിലും വലിയൊരു ടാസ്ക് ആണെങ്കിലും നമ്മളത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച് അങ്ങനത്തെ ചെയ്യുമ്പോഴേക്കും നമുക്കെന്തോ നമ്മൾ ഡെയിലി ബേസിസിൽ എന്തൊക്കെയോ ചെയ്യുന്നുള്ള പോലെയൊക്കെ തോന്നും. കാരണം ലാസ്റ്റ് ഇയർ ഒരു മിഡ് വരെ ഞാൻ വളരെ ലേസി ആയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഉറങ്ങുക, ഫുഡ് കഴിക്കുക, നെറ്റ്ഫ്ലിക്സിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഓരോ ദിവസം പോകുന്നതേ അറിയില്ല. ഒരു ദിവസം ഞാനിരുന്ന് ആലോചിക്കുമ്പോൾ ഇന്ന് എന്ത് ചെയ്തു എന്ന് നോക്കുമ്പോഴേക്കും ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഇടയിട്ടാട്ടോ ഞാനിങ്ങനെ ഓരോ ദിവസം പ്ലാൻ ചെയ്ത് ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ലിസ്റ്റ് ചെയ്ത് അങ്ങനെ പോകാൻ തുടങ്ങിയത്.
അപ്പോൾ ഓരോ ദിവസം തീരുമ്പോൾ അന്നത്തെ ദിവസം രാത്രി ഇന്ന് എന്ത് ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ ഇന്ന് എന്തൊക്കെയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. സംഭവം കാണുമ്പോൾ നല്ല സിമ്പിളാണെങ്കിലും ഇത്രയും കണ്ടെയ്നേഴ്സ് ഫില്ല് ചെയ്ത് വന്നപ്പോൾ തന്നെ നല്ലൊരു ടൈം എടുത്തായിരുന്നു കേട്ടോ. ഇൻ ബിറ്റ്വീൻ ഞാൻ ലേബിൾസും പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബിക്കോസ് ഓരോരോ സ്പൈസസ് എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ലേബിൾ ഇല്ലല്ലോ എന്ന് അപ്പോൾ തന്നെ ലൈവായിട്ട് പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഏകദേശം കണ്ടെയ്നേഴ്സൊക്കെ കഴിയാറായി. എന്നിട്ടും കുറച്ച് ലേബിൾസ് ബാക്കിയായിരുന്നു കേട്ടോ. ബിക്കോസ് ഞാൻ മഞ്ഞൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ വേറൊരു ബോക്സിലാക്കിയാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സിലാക്കേണ്ടി വന്നില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായിട്ട് ഇരുന്ന് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുള്ളിങ്ങനെ അറേഞ്ചൊക്കെ ചെയ്ത് ഡിഫറെൻറ്റ് ഫോൺസൊക്കെ യൂസ് ചെയ്ത് ലേബിൾ. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുക. ഞാൻ വിചാരിച്ചത് അത്യാവശ്യം എടുക്കുന്ന ഐറ്റംസൊക്കെ ലെഫ്റ്റിൽ കോർണറിലും അധികം വേണ്ടാത്ത ഐറ്റംസൊക്കെ റൈറ്റ് കോർണറിലുമാണ് വെച്ചത്. ബിക്കോസ് അങ്ങനെ എടുക്കാൻ ഇത്തിരി എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ സ്പൈസസിൻ്റെ ബോക്സ് ഇത്തിരി ചെറുതായതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റാൻഡിൽ അത് വെക്കുമ്പോഴേക്കും ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മേളിലായിട്ട് വെച്ചു. ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പൈസസും ബാക്കിയുള്ള പൊടികളുമൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചത്. പിന്നെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിന് യൂസ് ചെയ്യുന്ന ഐറ്റംസും ചായപ്പൊടി അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു. അതൊക്കെ ഞാൻ ഏറ്റവും മുകളിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പാൻട്രി ഇങ്ങനെയാട്ടോ ഇരുന്നിരുന്നത്. ഐ വാസ് റിയലി ലവിങ് ദ ഫൈനൽ റിസൾട്ട്. കഴിഞ്ഞു. പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞിട്ടാട്ടോ വീണ്ടും കിച്ചണിലോട്ട് വരുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത് കുറച്ച് നെയ്ച്ചോറും ചിക്കനുമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ റൈസൊക്കെ വാഷ് ചെയ്ത് റൈസൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചു. പിന്നെ നെയ്ച്ചോറിനുള്ള സവാളയൊക്കെ അരിഞ്ഞ് കുറച്ച് ഗ്രീൻ പീസ് ഞാൻ ഇടാറുണ്ട് കേട്ടോ നെയ്ച്ചോറിൽ. ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് ഗീ ഒഴിച്ച് അതിലോട്ട് കുറച്ച് സ്പൈസസും സവാള ആഡ് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതെല്ലാം ആഡ് ചെയ്തൊന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്കതിലോട്ട് ഗ്രീൻ പീസ് ആഡ് ചെയ്യാം. ഗ്രീൻ പീസ് ഞാനിവിടെ ഫ്രോസൺ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഗ്രീൻ പീസ് ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും ഈ കഴുകി വെച്ച അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ആട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി ഞാൻ ബോയിൽ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഈ ചിക്കൻ സ്റ്റോക്ക് യൂസ് ചെയ്യുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും റൈസിന്. ഇനി ചിക്കൻ സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരു മാഗി ക്യൂബ് വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ വെച്ചാലും മതി. അത് കഴിഞ്ഞ് ഞാൻ പാത്രമൊക്കെ വാഷ് ചെയ്തെല്ലാം കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു പരിസരമൊക്കെ. ഇനി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് വെള്ളം ഇട്ടിട്ട് അതിലോട്ട് ഈ ചിക്കനും ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും പെപ്പറും ഇട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചാട്ടോ എടുക്കുന്നത്. ഇനി വേവിച്ചെടുത്ത ചിക്കൻ നമുക്കൊന്ന് പിച്ചിയെടുക്കാം. ചിക്കൻ നല്ല ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ നൈഫും ഫോക്കുമാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടൊരു സോസ് പാൻ എടുത്ത് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൽ സവാള ഇട്ട് നന്നായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ച് ആയി വരുമ്പോൾ കുറച്ച് സോൾട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. സോൾട്ട് ആഡ് ചെയ്തതിന് ശേഷം ഷ്രെഡ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ശരിക്കും ഇങ്ങനെ പിച്ച് ചെറിയതാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. പക്ഷേ ഇവിടെ ചിക്കൻ നല്ല ചൂടായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ആക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് സോയാ സോസും ചില്ലി സോസും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാൻ കുറച്ച് പെപ്പറിക്കയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറും ഫ്ലേവറൊക്കെ കിട്ടും. ചോറും ചിക്കനും ആയി. അപ്പോൾ ഞാൻ കുറച്ച് ചോറൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചിക്കനൊക്കെ എടുത്തു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഗ്ലാസ് ഓഫ് ഗ്രീൻ ടീ. അതോടെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.